ഏവർക്കും ഹൃദ്യമായ പഞ്ചതന്ത്രം കഥകളിലേക്ക് സകൃഷം സ്വാഗതം. എല്ലാവരും സുഖമായി ഇരിക്കുന്നു എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ തുടർന്നുള്ള കഥ ഉപാഖ്യാനവും അതിൻ്റെ തത്വമാണ് ഇനി ഈ വീഡിയോയിലൂടെ നിങ്ങൾ ശ്രവിക്കുക അഥവാ ദർശിക്കുക. ആദ്യമായിട്ടാണ് ഇത് കാണുന്നത് എങ്കിൽ മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. ശ്രദ്ധയോടുകൂടി വിശ്വസ്തയോടുകൂടി ആചരിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമ്മൾ പറഞ്ഞ് നിർത്തിയ കഥാഗതി എന്ന് പറയുമ്പോൾ 6-ാം ഭാഗം പറഞ്ഞു നിർത്തിയത് പിങ്കളൻ എന്ന മൃഗരാജനും ധമനകൻ എന്ന മന്ത്രിപുത്രനായ കുറുക്കനുമായുള്ള സംഭാഷണങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞു നിർത്തിയത്. അന്നേരം ധമനകൻ മൃഗരാജൻ്റെ അടുക്കൽ പറയുകയാണ്, അല്ലയോ പ്രഭു, അങ്ങ് ഭയപ്പെടേണ്ടതായിട്ടുള്ള കാര്യമൊന്നുമില്ല. അങ്ങ് ഈ കാട്ടിലെ അതീവ ശക്തനായിട്ടുള്ള, അതേപോലെ സാമർഥ്യത്തിൽ അതീവ ബുദ്ധിജാഗ്രതയിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നവനാണ്. അങ്ങനെയുള്ള അങ്ങ് ഭയപ്പെടേണ്ടുന്നതായിട്ടോ അല്ലെങ്കിൽ ഈ കാട് വിട്ടു പോകേണ്ടതായിട്ടോ ഉള്ള ഒരു അവസ്ഥയല്ല. എന്തിനേയും പ്രതിരോധിക്കുവാൻ നമ്മൾ ശീലിക്കണം. കണ്ടിട്ടില്ലേ, വൻ ആഴക്കടലുകളിൽ വൻ തിരമാലകളെ വകഭേദം ചെയ്തുകൊണ്ടാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ആ തിരമാലകളെ ഭയന്നുകൊണ്ട് അതിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും അധികം മത്സ്യസമ്പത്ത് നമുക്ക് ലഭ്യമാകുകയില്ല. അതേപോലെ ഒരു വൃക്ഷം അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ അത് വളർന്നു വരുന്ന സാഹചര്യത്തിൽ സൂര്യൻ്റെ പ്രകാശകിരണങ്ങൾ എവിടെ നിന്നാണോ ലഭ്യമാകണത് ആ സ്ഥാനഭാവത്തിലേക്ക് അവൻ വളരുവാൻ ശ്രമിക്കണം. അത് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി. പ്രതിബന്ധങ്ങൾ എന്തായിക്കോട്ടെ, അല്ലെങ്കിൽ അനുകൂലമല്ലാതെ വന്നു ചേരുന്നത് എന്തായിക്കോട്ടെ, അതിനെ പ്രതിരോധിച്ച് മുന്നേറുമ്പോഴാണ് ഒരുവൻ അവൻ്റെ ബുദ്ധി സാമർഥ്യത്തിലൂടെ ജീവിതത്തെ വാർത്തെടുക്കണത്. അതുകൊണ്ട് അങ്ങ് ഈ കാട്ടിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള കാര്യമില്ല. ധമനക പിങ്കള സംഭാഷണം. അതിൽ ഈ സമയത്താണ് ദൂരെ നിന്ന് സഞ്ജീവകൻ എന്ന ഋഷഭത്തിൻ്റെ അല്ലെ കാളയുടെ മുഖയിടിയിൽ ശബ്ദം. രണ്ടുപേരും ഒരേപോലെ ശ്രമിക്കുകയാണ്. കേട്ട് നട്ടിനെ എത്ര ഭയാനകമാണ് ആ ശബ്ദം. ധമനകൻ മൃഗരാജൻ്റെ അടുക്കൽ, പിങ്കളൻ്റെ അടുക്കൽ പറഞ്ഞു, അങ്ങ് ഭയപ്പെടാതിരിക്കോ, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. നേരെ അവിടെ നിന്ന് യാത്ര തിരിച്ചു ശബ്ദം കേട്ട സ്ഥാനഭാവത്തിലേക്ക്. ചെന്ന മാത്രയിൽ കണ്ടു അസാമാന്യനായിട്ടുള്ള ഒരു ഋഷഭം, ഒരു കാള. അന്നേരം നേരെ ഒട്ടും ഭയപ്പെടാതെ ധമനകൻ തൻ്റെ മനസ്സിനെ അതീവ ശക്തമാക്കിക്കൊണ്ട്, ആദ്യമായിട്ട് കാണണ ജീവിയാണെങ്കിൽ തന്നെയും ശക്തമായ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള മനസ്സോടുകൂടി ധമനകൻ നേരെ ഋഷഭത്തിൻ്റെ അടുക്കലെത്തുകയാണ്, കാളയുടെ അടുക്കലെത്തുകയാണ്. എത്തിയ മാത്രയിൽ ചോദിച്ചു, അല്ലയോ, നിങ്ങളെ ഈ കാട്ടിൽ
നേരത്തെ കണ്ടിട്ടില്ല. അത് തന്നെയുമല്ല, ഇത്രയധികം ഭയാനകമായിട്ടുള്ളൊരു ശബ്ദവും ഞങ്ങൾ ശ്രമിച്ചിട്ടില്ല. അങ്ങ് ആരാണ്, എവിടെ നിന്നാണ് വരുന്നത്? ഇത് കേട്ട മാത്രയില സഞ്ജീവകൻ വളരെ ഗൗരവമായി തന്നെ തൻ്റെ കഥകൾ അങ്ങോട്ട് പറയുകയാണ്. വർദ്ധമാനൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ, അദ്ദേഹം കുഞ്ഞുനാളിലെ എന്നെ വളർത്തി നല്ലതുപോലെ പരിചരിച്ച് അങ്ങനെ മുന്നോട്ട് പോകണ സാഹചര്യത്തിൽ എൻ്റെ ജീവിതം നല്ല ആരോഗ്യപരമായിട്ടുള്ള ഭാവത്തിൽ നിലകൊള്ളണ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒട്ടേറെ യാതനകൾ താൻ സഹിക്കുകയുണ്ടായി. കച്ചവട ദ്രവ്യങ്ങൾ താൻ ചുമലിലേറ്റി കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മൈലുകൾ താണ്ടി അതുകൊണ്ട് വിറ്റഴിച്ച് തിരികെ വരുന്നതുവരെ യഥാസമയങ്ങളിലുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ജലപാനമോ ഒന്നുമില്ലാതെ താൻ ആ കച്ചവടക്കാരന് വേണ്ടിയിട്ട് തൻ്റെ യൗവനാവസ്ഥ മുഴുവൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം അങ്ങോട്ട് കഴിഞ്ഞുകൂടുകയാണ്. അങ്ങനെ കഴിഞ്ഞുകൂടി മുന്നോട്ട് പോകുമ്പോൾ വർദ്ധമാനൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ ഇനിയും തനിക്ക് ഒട്ടേറെ ധനമുണ്ടാക്കണം എന്നുള്ള ഒരു വ്യവസ്ഥിതിയിൽ അദ്ദേഹം യഥേഷ്ടം ദ്രവ്യങ്ങളുമായി അടുത്ത ഗ്രാമങ്ങളിലേക്ക് പോകണ മാത്രയിൽ അത്തരം മനുഷ്യൻ്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും പരിപൂർണതയില്ല. ഒന്ന് മാറി അടുത്തതിലേക്ക് നമ്മൾ കടക്കുക. ആഗ്രഹമില്ലാതെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ ധനികനെന്ന ശാസ്ത്രം വിലയിരുത്തുന്നത്. ഒരാഗ്രഹവും ഇല്ലാതെ കിട്ടുന്നത് താൻ ധർമ്മത്തിലൂടെ, അർത്ഥത്തിലൂടെ, കാമനത്തിലൂടെ മോക്ഷത്തിലെത്തുന്ന ഗതിയാണ്. നല്ലതുപോലെ തൻ്റെ ശരീരം പ്രയത്നിച്ച് കിട്ടണ വരുമാനത്താൽ അതിനനുസൃതമായിട്ടുള്ള ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക. അല്ലാതെ മറ്റൊരുവൻ്റെ ജീവിതത്തെ കണ്ട് നമ്മൾ അത് പകർത്താൻ നോക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം യഥാഭാവത്തിൽ ദുഃഖപൂരിതമാക്കുന്നത്. ഇതേ അവസ്ഥയായിരുന്നു വർദ്ധമാനൻ എന്ന് പറയുന്ന കച്ചവടക്കാരൻ. തനിക്ക് യഥേഷ്ടം ധനം ഉളവാകണം, അല്ലേ ധാന്യം ഉളവാകണം, നീയും ഇത് പോരാ. അങ്ങനെ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകണ മാത്രയിൽ വഴിമധ്യേ ഒരു വലിയ പാറക്കല്ലിൽ എൻ്റെ കാല് തട്ടുകയും ഉഠിക്കുകയും ചെയ്തു. അന്നേരം തൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം വരുന്നു എന്ന് കണ്ട വർദ്ധമാനൻ എന്തു ചെയ്തു? കുറച്ച് സേവകരുടെ അടുക്കൽ ഇവനെ പരിചരിക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് അതിന് നേരെ തൻ്റെ ഉദ്യമത്തിലേക്ക് പോയി. അത് ഇത്രയും നാൾ താൻ അദ്ദേഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവനാണ് എന്ന് ചിന്തിക്കുവാൻ പോലും അയാളിൽ നിന്നുള്ളൊരു മനസ്സുളവായില്ല. എന്നാൽ സേവകരോ ഈ കൊടുങ്കാട്ടിൽ അവരുടെ ജീവനെ ഭയന്ന്, കാരണം ക്രൂരമൃഗങ്ങൾ നിറഞ്ഞുല്ലസിച്ച് നിൽക്കണ കാടാ, അവരുടെ ജീവൻ പോയാലോ അത് ഭയന്ന്, അത് ഭയന്നുകൊണ്ടാണ് അവരെന്ത് ചെയ്തു? തീരെ ശേഷിയില്ലാതെ, നടക്കാൻ വയ്യാതെ, എന്നാൽ ഭക്ഷണമോ ജലമോ അതൊന്നുമില്ലാതെ താഴെ വീണ് കിടക്കണ തന്നെ അവരുപേക്ഷിച്ചിട്ട് പോയി. ഇത്രയേ ഉള്ളൂ ജീവിതം എന്ന് പറയുന്നത്. നമ്മളിൽ നിന്ന് ധനമോ ധാന്യമോ അല്ലെങ്കിൽ അതേപോലെയുള്ള കർമ്മഫലങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റുള്ളവർക്ക് നല്ലത് വരുന്നത് നമ്മളിൽ ഉളവാകണ കാലം മാത്രമേ നമ്മളെ ഏവരും സ്നേഹിക്കുകയുള്ളൂ. നമുക്കൊരു രോഗം വന്ന് ചേരട്ടെ, അല്ലെ നമ്മുടെ ധനം ഒന്ന് തീർന്നു പോകട്ടെ, ഇല്ലാതെയാകട്ടെ,
അതിനും കൂടെ ഉള്ളവരാണെങ്കിൽ പോലും ആ വരുമാനം നിലയ്ക്കണ മാത്രയിൽ തള്ളിപ്പറയുവാൻ തുടങ്ങും. ഇതാണ് ജീവിതം എന്നുള്ളത്. പഞ്ചതന്ത്രം കഥകൾ അതീവ ശ്രേഷ്ഠതയോടുകൂടി ആചാര്യശ്രേഷ്ഠന്മാർ പറഞ്ഞു തരിക. ഇത് കേട്ടപ്പോൾ ദമനകന് സന്തോഷമായി. അല്ലയോ ചങ്ങാതി, നിൻ്റെ ഈ വളരെ വിഷമം തോന്നണ ഈ ഒരു അവസ്ഥ കേട്ട മാത്രയിലോ ഈ കാട്ടിലാണെങ്കിൽ അതീവ കേമനായിട്ടുള്ള ബുദ്ധിസാമർഥ്യത്തിൽ സൂര്യനെ പോലെ വിളങ്ങി നിൽക്കണ പിങ്കളൻ എന്നു പേരായ ഒരു മൃഗരാജനുണ്ട്. അദ്ദേഹത്തിനെ നിനക്ക് ഒന്ന് കാണുവാനും, അത് തന്നെയല്ല ഇത്ര മുഖയിട്ട് വരുന്ന ശബ്ദമുള്ള ജീവി ഏതാണ് എന്നുള്ളത് മൃഗരാജനും ഇങ്ങനെ മനസ്സിൽ ആഗ്രഹമുണ്ട്. അതിനെ ഒന്ന് കാണുക. അന്നേരം ഇത് ഞാൻ അങ്ങോട്ട് നിൻ്റെ അടുക്കൽ പറയുവാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ചിവിടെ വന്നത്. ആയതുകൊണ്ട് മൃഗരാജനുമായിട്ടൊരു സൗഖ്യം അല്ലെങ്കിൽ ഒരു ബന്ധം ഉളവായിക്കഴിഞ്ഞാൽ നിനക്ക് ഈ കാട്ടിൽ സുഖമമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഇത് കേട്ടപ്പോൾ തന്നെ ഋഷഭം പേടിച്ച് വിറച്ചുപോയി. മൃഗരാജൻ അല്ലെങ്കിൽ സിംഹം എന്ന് പറയുന്നത് വലിയ കാട്ടാനകളെ പോലും നിമിഷ നേരം കൊണ്ട് അവൻ്റെ വീര്യമില്ലാതെയാക്കി അതിനെ ഭുജിക്കുന്ന അങ്ങനെയുള്ള ആ സിംഹരാജനോടൊത്ത് താൻ സന്ധി ചെയ്യുകയോ. അദ്ദേഹം പറഞ്ഞു, പേടിക്കേണ്ട ചങ്ങാതി, വിഷമിക്കേണ്ട കാര്യമില്ല, അദ്ദേഹം നിനക്ക് സുഹൃത്തിന് തുല്യമാകും. ദമനകൻ തൻ്റെ കൗശലം അങ്ങോട്ട് പ്രയോഗിച്ചു. അതീവ ബുദ്ധി സാമർഥ്യത്തോടുകൂടി നേരെ പിങ്കളൻ്റെ അരികിലേക്ക് അവർ എത്തിച്ചേരുകയാണ്. അന്നേരം എത്തിച്ചേർന്ന മാത്രയിൽ പിങ്കളൻ കണ്ട മാത്രയിൽ ആചാനുബാഹുവായിട്ടുള്ളൊരു കൂറ്റൻ ഋഷഭമാണ് തൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അതോ ആരോഗ്യപരമായും സൗന്ദര്യപരമായിട്ടും വളരെയധികം ഗാംഭീര്യമുള്ള ഒരു മൃഗം. വളരെ സന്തോഷം തോന്നി. അല്ലയോ ദമനക, നീ ഇവനെ ഇവിടെ കൊണ്ടുവന്ന മാത്രയിൽ എന്തായാലും മനസ്സിന് ആനന്ദമുളവായിരിക്കണം. ആയതുകൊണ്ട് ആരാണിവൻ, എന്താണ്? അന്നേരം ദമനകൻ പറയുകയാണ്, അല്ലയോ പ്രഭോ, ഇത് എൻ്റെ ചെങ്ങാതിയായിട്ടുള്ള സഞ്ജീവകൻ എന്ന ഋഷഭമാണ്. അങ്ങ് ഒരു കാര്യം മനസ്സിലാക്കണം, വളരെ ഭയന്നാണ് ഈ ഋഷഭം അല്ലെങ്കിൽ സഞ്ജീവകൻ എൻ്റെ കൂടെ വന്നിരിക്കുന്നത്. അങ്ങ് ഇവനെ ഇരയാക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണമാക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു ചതിയായിരിക്കും ഈയുള്ള മന്ത്രിപുത്രനോട് ചെയ്യണത്. ഇത് കേട്ട മാത്രയിൽ ദമനകനോട് മൃഗരാജൻ പിങ്കളൻ പറയുക, ശോ, എന്താ ദമനക ഇതാ, ഞാൻ നിൻ്റെ ചെങ്ങാതിയെ കൊല്ലുകയോ? അതൊരിക്കലും ഞാനങ്ങനെ അനുഷ്ഠിക്കുകയില്ല. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും അടിസ്ഥാനമായ നിയമത്തെ ധന്യമാക്കണതാണ് ഈ അടവി. ആയതുകൊണ്ട് അവനെ ബന്ധുവായിട്ട് ലഭ്യമാകുന്നത് പോലും വളരെ സന്തോഷമാണ്. നിൻ്റെ സുഹൃത്തിനെ എനിക്ക് ബന്ധുവായിട്ട് കിട്ടുന്നത് പോലും വളരെയധികം സന്തോഷമാണ്. ആയതുകൊണ്ട് നീ ധൈര്യമായിട്ട് പോയിക്കോളൂ. അങ്ങനെ ദമനകൻ സഞ്ജീവകനെ പിങ്കളനാകണ മൃഗരാജനിൽ ഏൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് യാത്ര തിരിച്ചു. ഞാൻ കുറേ നാളുകൾ ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോകുക. മറ്റെല്ലാ കാര്യങ്ങളിൽ നിന്ന് ആരുടെ മനസ്സ്? പിങ്കളൻ്റെ മനസ്സ് മാറിയിരിക്കണോ? വളരെ സ്വാർത്ഥനായിരുന്നവൻ വളരെ ശ്രദ്ധയോടുകൂടി
ജീവിതം നയിക്കണോ അതേപോലെ തന്നെ തൻ്റെ ഇര അല്ലെങ്കിൽ തനിക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രം ഇരയെ പിടിക്കുക. അതിന് ധർമ്മത്തിനനുസൃതമായിട്ടുള്ള കർമ്മങ്ങൾ മാത്രമേ പിങ്കളൻ അനുഷ്ഠിക്കണുള്ളൂ. അങ്ങനെ മൃഗരാജനും അതേപോലെ സഞ്ജീവകനും ഉറ്റ മിത്രങ്ങളായി എന്ന് മാത്രമല്ല, വേർപിരിയാൻ പറ്റാത്ത സാഹചര്യത്തിൽ അവരങ്ങോട്ട് മുന്നോട്ട് യാത്ര തുടരുകയാണ്. മറ്റെല്ലാ നിയമങ്ങളിൽ നിന്നും മൃഗരാജൻ പൊതുവെ സഞ്ജീവകൻ എന്ന മിത്രത്തിനു വേണ്ടിയിട്ട് മാത്രമായി പ്രജകളെ ശ്രദ്ധിക്കണില്ല, അവർക്കുള്ള പരിപാലനങ്ങൾ അനുഷ്ഠിക്കണില്ല. അത് തന്നെയല്ല മന്ത്രി ഭടന്മാർ, പിന്നെ ഭൃത്യഭാവങ്ങൾ, ഇവരെയൊന്നും ശ്രദ്ധിക്കാതായി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ തങ്ങൾക്ക് ലഭ്യമാകേണ്ടുന്നതൊന്നും കൃത്യമായിട്ട് ലഭ്യമാകാതെ വന്ന മാത്രയിൽ 2 കുറുക്കന്മാർ, മന്ത്രിപുത്രന്മാർ, കരഠകനും ധമനകനും, അവർ അസൂയയോടുകൂടി നോക്കി നിൽക്കുക. എന്താണ്? തങ്ങളാൽ തന്നെ എന്തുളവായിരിക്കണോ തങ്ങൾക്ക് കിട്ടേണ്ടുന്നതായിട്ടുള്ള സുഖങ്ങൾ ആ ഋഷഭമായിരിക്കണ കാളയിലേക്ക് എത്തിച്ചേർന്നിരിക്കണം. സ്വയം കൃതാർത്ഥനെന്നല്ലാതെ എന്തു പറയാൻ? പണ്ട് മേഷായുദ്ധത്തിൽപ്പെട്ട ഒരു കുറുക്കൻ ചത്തുപോയി. അതേപോലെ തന്നെ തന്തുവായൻ കാരണം ദൂതിക്ക് നാശം വന്നതുപോലെ ആഷാഢഭൂതി മൂലം നമുക്കും വിനാശത്തിനിടയായി. ദേ കർമ്മത്തിലാണ് 2 പേരുടെയും മനസ്സ് സഞ്ചരിക്കുന്നത്. അതെ, ദമനകൻ കരടകൻ എന്ന സഹോദരങ്ങളുടെ. പണ്ട് യതിശ്രേഷ്ഠൻ പറഞ്ഞതുപോലെയായി നമ്മുടെ കാര്യം. കരടകന് ധമനകൻ്റെ വാക്കുകൾ കേട്ട മാത്രയിൽ ധമനകനോട് ചോദിക്കുകയാണ്, അതെന്താണ് ആ ഒരു കഥാ ഇതിവൃത്തം? ധമനകൻ ആ കഥയിലേക്ക് കടക്കുകയാണ്. അങ്ങനെ നമുക്കത് അടുത്ത വീഡിയോയിൽ കൂടി കേൾക്കുവാനും, അന്നേരം ഇന്നത്തെ കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ കഥയുടെ തത്വം എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തത്വങ്ങളിൽ കൂടിയാണ് ഓരോ കഥാ ഉപാഖ്യാനങ്ങളും പോകുന്നത്. അവനവന് വേണ്ടുന്ന സൗഭാഗ്യങ്ങൾ മറ്റൊരുവനാൽ, അതും അവനവൻ മൂലം മറ്റൊരുവനാൽ തട്ടിയെടുക്കണ അവസ്ഥ. കാരണം നമ്മൾക്ക് കിട്ടേണ്ടുന്നത് നമ്മൾ കൊണ്ടുപോയി ചെന്ന വ്യക്തിയിലേക്ക് ലഭ്യമാകുക, അവിടെ നിന്ന് നമ്മളില്ലാതെയാകുക. വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആർഷഭാരത സനാതന സംസ്കാരം ഒരുവൻ്റെ വേദനകൾ അല്ലെങ്കിൽ അവൻ്റെ പരാധീനതകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അവനെ സംരക്ഷിക്കുക, അല്ലെ അവന് നല്ല ഉത്തമമായിട്ടുള്ള ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ യാതൊരു സംശയമില്ല നമ്മുടെ ജോലി അവിടെ നിന്ന് ഇല്ലാതെയാകണ അവസ്ഥ. ഇത് പ്രത്യേകം എടുത്തു പറഞ്ഞു തരികയാണ് ആചാര്യശ്രേഷ്ഠന്മാർ പഞ്ചതന്ത്രം കഥകളിലൂടെ. ഈ കഥ ശ്രവിച്ച ഏവർക്കും ഇത് ഇഷ്ടമായി എന്ന് കരുതുന്നു. മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൻ കൂടി എനബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി അടുത്ത അധ്യായവുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.